വയനാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാരണം വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു. വയനാട്ടിൽ ഇങ്ങനെ മരണ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താമോ, ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത്. പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് കൊടുത്തു. അപ്പോ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. കോടതി പറഞ്ഞു നടത്തണോണ്ട് വിരോധമില്ല, പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താവും. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി. വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പൊ അത്രയും ദിവസം മതിയാവില്ല ആ പെർമിഷന്. അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും. ആ സമയത്തിനുള്ളിൽ അപ്പോഴേക്ക് ഇത് തീർന്നു പോകും. അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ, പണി തരാനാണ്. അവസാനം എന്തായി, കളക്ടർ ഇവരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോഴേക്കും അത് 28-ാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി വരാൻ. അപ്പൊ അവസാന നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് നേരത്തെ കൂട്ടി ഇങ്ങോട്ട് മാറ്റി, റിസ്ക് എടുക്കാതെ. അപ്പൊ പണി തന്നതാണ്, ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഒരു വിഷമമുള്ളത്, അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാം. കാരണം എല്ലാ റിസോർട്ടും ഫുള്ളായി. ഇപ്പൊ ബോച്ചയുടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു തുടങ്ങി. അപ്പൊ ബോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനുള്ളത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലെ മിനറൽ വാട്ടർ പോലും തീർന്നു പോയി. അവരെന്നോടൊപ്പം ഒന്ന് നന്ദി പറഞ്ഞു. 1 മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി ബോച്ചെ. അത്രയും വലിയ ഉത്സവമായിരുന്നു. അപ്പൊ ടൂറിസം, കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ അതിന് മാത്രമല്ല, ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന 10-25 ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കായ് അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും 100-400 പേര് സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി, മുമ്പിലിരുത്തി അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കണല്ലോ. ഒരു മാനസിക ഉല്ലാസം. ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അവരെ ദുഃഖത്തിലാഴ്ത്തല്ല വേണ്ടത്. നമ്മളൊക്കെ മറക്കണം. മറവി മനുഷ്യർക്ക് ഉള്ളതാണ്, അതൊരു സിസ്റ്റമാണ്, പ്രക്രിയ ഉള്ളതാണ്, പാർട്ട് ഓഫ് സയൻസ് ആണ്. അപ്പൊ അതിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി 1 രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. പിന്നെ ഇതൊക്കെ എനിക്കൊരു പാഷനാണ്. ചില ബിസിനസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭനഷ്ടം നോക്കിയിട്ടൊന്നുമല്ല, അങ്ങോട്ട് നടത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റ് ഇല്ലാണ്ടാണ്. അപ്പോ 40 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ന്യൂ ഇയർ നടത്തി. ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. കാരണം ഫ്രീ കൊടുക്കുമ്പോ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരികയാണ്. ടിക്കറ്റ് വെക്കുമ്പോൾ നമുക്കൊരു 5000 അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അബദ്ധം പറ്റിയത്, കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്കായി, കുറേ ട്രാഫിക് ബ്ലോക്കായിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയി. ഇപ്രാവശ്യം എസ്റ്റേറ്റിനടുത്ത് ബോച്ചെ 1000 ഏക്കറിൽ 60ഓളം കിലോമീറ്റർ റോഡാണ് കിടക്കുന്നത്. എത്ര 1000 വണ്ടി വന്നാലും അതിന്റെ ഉള്ളിൽ കയറ്റിയാൽ പാർക്ക് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യമൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഇല്ല, അവസാനം പെർമിഷനൊക്കെ കിട്ടാതായി, എല്ലാം ആയി. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ എടുത്തത്? കാരണം തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് സൺബേൺ പോലത്തെ ഒരു ഇവന്റ് നടക്കുന്നത്. കാരണം സൺബേൺ പോലുള്ള ഇവന്റ് പറയുമ്പോൾ നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കൊച്ചിയാണ്. കാരണം എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കൂടുതലും എത്തുന്ന സ്ഥലമാണത്. തൃശ്ശൂർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്തത്. കാരണം ബാംഗ്ലൂർ എനിക്ക് ബോച്ചെ ക്ലബ്ബ്, റെസ്റ്റോറന്റ്, പിന്നെ ബോച്ചെ ഡിസ്കോത്തിക്ക്, പിന്നെ ബ്രൂവറി, ബീറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മള്. അവിടെ നടത്താമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാൻ ആലോചിച്ചു, വയനാടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വയനാട് ടൂറിസം ഒന്ന് പൊക്കിക്കൊണ്ടുവരണം. പിന്നെ എൻ്റെ 1000 ഏക്കർ അവിടെയുണ്ട്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടാണല്ലോ, ഒരു വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ. മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ. വയനാടിന് വേറെ വലിയൊരു സംഭവം ഇല്ല. അപ്പൊ അവർക്ക് വലിയൊരു കാര്യവും പിന്നെ ഗസ്റ്റുകളൊക്കെ അങ്ങോട്ട് വരുമല്ലോ എന്നോർത്തിട്ടാണ് അത് വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്.